ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ പുതിയ ടോപ്പിക്കാണ് ബോൺസിൻ്റെ തിയറി. സ്റ്റാർട്ടിങ് ടൈപ്സ് ഓഫ് ബോൺസ് ഉണ്ട്. അത് നിങ്ങൾക്ക് സെമിനാർ ഇപ്പോൾ ബിൻസി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ് ഡയറക്റ്റ്. വാല്യുവേഷൻ ഓഫ് എ ബോൺസ് ആണ്. വാല്യുവേഷൻ ഓഫ് ബോൺസ് മീൻസ് വി ആർ ഡിറ്റർമൈനിങ് വാല്യൂ ഓഫ് എ ബോൺസ്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രസൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Bond valuation is a process of determining the fair value of a bond. Bond valuation means it's a process of determining the fair price of a bond. Bondന്റെ fair value or a fair price determine ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് valuation of a bond. With any security, the fair value of bond is a present value of a stream of cash flow. It is expected to generate. Valuation bond means it's a present value of a streams of cash flow. ഒരു cash flow അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ബോണ്ടിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ എന്നതുകൊണ്ട് ഫെയർ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ക്യാഷ് ഫ്ലോ. അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോയിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഹിയർ ഇറ്റ്സ് പ്രൈസ് ഓർ വാല്യൂ ഓഫ് ബോണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിസ്കൗണ്ടിങ് ബോണ്ട്സ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ടു പ്രസൻറ്റ് യൂസിങ് അപ്രോപ്രിയേറ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ FM ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് ഡിസ്കൗണ്ടിങ് റേറ്റും ഹൗ വി ക്യാൻ ഡിറ്റർമൈനിങ് ദി പ്രസൻറ്റ് വാല്യൂ ഓൺ ദി ബേസിസ് ഓഫ് എ 1 rupee. അല്ലെ, നമ്മൾ 1 rupee നമുക്കറിയാം 1 rupeeൻ്റെ വാല്യൂ എത്രയുണ്ട്, പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ട് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 1 രൂപയ്ക്ക് 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് വാല്യൂ ഉള്ളതിനെ മീൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പെക്റ്റഡ് ഇൻകം ഒരു ക്യാഷ് ഫ്ലോയിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കറിയാം മണി വാല്യൂ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ 10 രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് എന്തുണ്ടായിരിക്കില്ല, 10 വർഷം കഴിയുമ്പോൾ 10 രൂപയ്ക്ക് അതേ സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കില്ല. ബിക്കോസ് ദർ ഇസ് എ ഡിക്രീസിങ് ദി മണി വാല്യൂ. ദാറ്റ്സ് എ matter. Bond, particularly those which are traded in security, are priced according to supply and demand. Normally supply and demand ആണ് ബോണ്ടിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മെയിൻ ഇൻഫ്ലുവൻസ് ഓൺ ദി പ്രൈസ് ഓഫ് ബോണ്ട് വിൽ ബി ജനറൽ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ സെക്യൂരിറ്റീസ് ഓഫ് ദാറ്റ് റിസ്ക് ലെവൽ ആൻഡ് മെച്യൂരിറ്റി. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബോണ്ടിന് തീരുമാനിക്കുന്നത്. ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള റിലേഷൻ. ഇഫ് കൂപ്പൺ ഈസ് ലെസ് ദാൻ ദി current interest rate, bond will trade less than the par value, say 100. കൂപ്പൺ ഈസ് ലെസ് ദാൻ ദി കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ കഴിഞ്ഞും കുറവാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു കേസ് നമുക്കിനി ഫ്യൂച്ചറിൽ ഗോയിങ് ത്രൂ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇഫ് കൂപ്പൺ ഈസ് ലെസ് ദാൻ, കൂപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂപ്പൺ ഇപ്പം നെക്സ്റ്റ് പറയാൻ പോണ കാര്യമാണ്. ലെസ് ദാൻ ദി കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ കഴിഞ്ഞും കുറവാണെങ്കിൽ ബോണ്ട് വിൽ ട്രേഡഡ് പാർ വാല്യൂവിലും താഴെയായിരിക്കും, അതിലെ ഫേസ് വാല്യൂവിലും താഴെയായിരിക്കും ട്രേഡ് നടത്തുന്നത്. അപ്പോൾ ബോണ്ടിൻ്റെ വാല്യുവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദി ഫെയർ പ്രൈസ് ഓഫ് എ ബോണ്ട്. ഇറ്റ്സ് എ ഡിറ്റർമൈനിങ് ദി ഫെയർ പ്രൈസ് ഓഫ് ദി ബോണ്ട്സ്. ഫോർ ദിസ് പർപ്പസ് വി ആർ യൂസിങ് ദി പ്രസൻറ്റ് വാല്യൂ. ഓൺ ദി ബേസിസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ, ദി ഫെയർ വാല്യൂ ബോണ്ട് ഈസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് സ്ട്രീം ഓഫ് cash flow it is expected to generate. The price of a value of bond is determined by discounting the bond's expected cash flow to the present using appropriate discounting factor ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ഈ ഒരു സെൻറ്റൻസ് മാത്രം മതി. ബോണ്ട് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് ദി പ്രൈസ് ഓഫ് എ ബോണ്ട്. ബോണ്ട് ഈൽഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേ. ഇനി ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഈൽഡിനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് കൂപ്പൺ റേറ്റ് ഓർ എ നോമിനൽ ഈൽഡ്. അവിടെ കൂപ്പൺ റേറ്റ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കൂപ്പൺ റേറ്റ് ഓർ നോമിനൽ ഈൽഡ് എന്ന് പറഞ്ഞാൽ
The coupon rate is simply the interest rate that every debenture or bond carries its face value and it is fixed at the time of issue. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം ഒരു ഡിബഞ്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ കൂപ്പൺ റേറ്റ് ഓർ എ നോമിനൽ ഈൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഡിബഞ്ചറിൻ്റെ ഒക്കെ കേസ് 12% ഡിബഞ്ചറിന് എപ്പോഴും അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരിക്കും. The example 12% of a coupon rate on bond debenture of 100 implies that the investor will receive 12% per annum. The coupon can be payable monthly or quarterly, half yearly, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ there is ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ഈ പെർസെൻറ്റേജിനെയാണ് നമ്മൾ കൂപ്പൺ റേറ്റ് ഓർ നോമിനൽ റേറ്റ് എന്ന് പറയുന്നത്. Coupon rate is simply the interest rate that every debenture bond carry. ബോണ്ട് എല്ലാ ഡിബഞ്ചറും ബോണ്ടും ക്യാരി ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫേസ് വാല്യൂ ആൻഡ് ഇറ്റ്സ് ഫിക്സഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂവിൻ്റെ സമയത്ത് ഫിക്സ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും എല്ലാ ഡിബഞ്ചറിൻ്റെയും എല്ലാ ബോണ്ടിൻ്റെയും കൂടെ. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂപ്പൺ റേറ്റ് ഓർ എ നോമിനൽ ഈൽഡ് എന്ന് പറയുന്നത്. ദെൻ കറണ്ട് ഈൽഡ്. The current market price of a bond may be different. അപ്പോൾ കൂപ്പൺ റേറ്റ് CF എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. Then current yield. ഇനി അടുത്തത് കറണ്ട് yield എന്താണെന്ന് നോക്കുക. ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് മേ ഡിഫർ ഫ്രം ഫേസ് വാല്യൂ. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് മേ ബി ഡിഫർ ഫ്രം ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഒരു ബോണ്ട് ഇപ്പം മാർക്കറ്റിൽ ആ ബോണ്ടിൻ്റെ പ്രൈസ് 100 രൂപയായിരിക്കില്ല. മാർക്കറ്റ് പ്രൈസിന് ഡിഫറൻസ്. ഇറ്റ് മേ ബി ട്രേഡഡ് അറ്റ് എ ഹയർ ഓർ ലോവർ. ഒന്നെങ്കിൽ കൂടിയ വിലക്കാവും, 110-ആവാം, അല്ല 95-ആവാം. അങ്ങനെ കുറഞ്ഞോ കൂടിയോ വിൽക്കുക ചെയ്യുക. ദി കറണ്ട് ഈൽഡ് ഈസ് സിംപ്ലി ദി ഓപ്പൺ പേയ്മെൻറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട്. അപ്പോൾ കറണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൂപ്പൺ പേയ്മെൻറ്റ്, അതായത് ഈ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ്, ഈ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇതല്ല നമ്മൾ കറണ്ട് ഈൽഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബോണ്ടിൻ്റെ വില എത്രയാണ് അത് വെച്ചിട്ട് നമ്മൾ ഒരു ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് കറണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. ഇത് കറണ്ട് ഈൽഡ് സിംപ്ലി ഇത് കൂപ്പൺ പേയ്മെൻറ്റ് മീൻസ് കൂപ്പൺ റേറ്റ് പേയ്മെൻറ്റ്. അതായത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ടിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് എത്ര ശതമാനം കിട്ടുന്നുണ്ട് എന്നൊന്ന് നമ്മളൊന്ന് അളന്ന് നോക്കും, നമ്മളൊന്ന് ഇവാളുവേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ കറണ്ട് ഈൽഡ് എന്നത്. കറണ്ട് ഈൽഡ് സിംപ്ലി ദി കൂപ്പൺ പേയ്മെൻറ്റ്, അതായത് പെർസെൻറ്റേജ് ഓഫ് പേയ്മെൻറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട്സ്. ഇപ്പം നിലനിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിനെ വെച്ചിട്ട് നമ്മൾ ഡിറ്റൈൻ. This will be same as current return on any investment. Current return എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. The yield of current return derived by investor on purchase of a instrument. It is calculated by dividing coupon rate by the purchase price of a debenture. അതായത് നമുക്ക് കറണ്ട് yield കാൽക്കുലേറ്റ് ചെയ്യാൻ കൂപ്പൺ റേറ്റ് C, ആനുവൽ ഇൻട്രസ്റ്റ് റിസീവബിൾ ഫ്രം ദി ബോണ്ട് C ഡിവൈഡഡ് ബൈ P0 ആണ്. P0 എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട്. P0 കറണ്ട്. അപ്പോൾ കറണ്ട് ഈൽഡ് ഇപ്പോൾ 12% ആണ്. അതേ ഡിവൈഡഡ് ബൈ നിങ്ങളിപ്പോൾ 98 രൂപ കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ ആ 98, അതാണ് ആനുവൽ ഇൻട്രസ്റ്റ് പേ. C എന്ന് പറയുന്നത് കറണ്ട് ഈൽഡാണ്. ദെൻ P0 എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കുറേ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പം നമ്മൾ നോക്കിക്കൊണ്ട് ഓക്കെ, ഈ ബോണ്ട് ഈ സെല്ലിങ് അറ്റ് എ ഡിസ്കൗണ്ട്. നമ്മൾ ബോണ്ട് ഡിസ്കൗണ്ടിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ദി കറണ്ട് ഈൽഡ് വിൽ ബി ഹയർ ദാൻ ദി കൂപ്പൺ റേറ്റ്.
as in the example. On the other hand, if bond is selling at a premium, the yield will be lower than the coupon rate. എന്താണ് ഈ പറയണത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇലസ്ട്രേഷൻസ് 2 നോക്കി അറിയാം. The face value of bond is 100 രൂപയാണ് with a coupon rate of 9. കൂപ്പൺ റേറ്റ് എത്രയാണ്? 9 ആണ്. നോമിനൽ yield എന്ന് പറയുന്നത്. The present market price, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 9. വാട്ട് വിൽ ബി കറണ്ട് yield? അപ്പോൾ കറണ്ട് yield is equal to C divided by P naught. C എന്ന് പറയുന്നത് എത്രയാണ്? C എന്ന് പറയുന്നത് കറണ്ട് കൂപ്പൺ റേറ്റ് അല്ലെ. കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 9 ഡിവൈഡഡ് ബൈ കറണ്ട് P naught കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 90. അപ്പോൾ ഇൻറ്റു 100 എത്ര വരും? 10% ആണ് വന്നിട്ട് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ബോണ്ട് ഈസ് സെല്ലിങ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇവിടെ ബോണ്ടിൻ്റെ പ്രൈസ് ഇപ്പോൾ എത്രയാണ്? 90 രൂപയാണ്. 100 രൂപയുള്ളത് 90 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡിസ്കൗണ്ടിങ്ങിലാണ്. ദി കറണ്ട് yield വിൽ ബി ഹയർ ദാൻ ദി കൂപ്പൺ റേറ്റ്. കറണ്ട് yield എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. കറണ്ട് yield എത്രയാണ്? 9 ആണ്. കൂപ്പൺ റേറ്റ് എത്രയാണ്? നമുക്കിപ്പോൾ കൂപ്പൺ റേറ്റ് കിട്ടിയിട്ടുള്ളത് ഓക്കെ. കറണ്ട് yield എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്? 10 രൂപ. കൂപ്പൺ റേറ്റ് എത്രയാണ് നമുക്കുള്ളത്? 9 രൂപ. അപ്പോൾ കറണ്ട് yield എങ്ങനെയായിരിക്കും? വിൽ ബി ഹയർ ദാൻ ദി കൂപ്പൺ റേറ്റ്. 9 എന്ന് പറയുന്നത് ഇതിനേക്കാളും വലുതാണ്. കൂപ്പൺ റേറ്റ് 9 ആണ്. ഇതിനേക്കാളും കൂടുതലായിരിക്കും കറണ്ട് yield. അതാണ് പറയുന്നത്. ഈ ബോണ്ട് സെല്ലിങ് ഡിസ്കൗണ്ട് റേറ്റിനാണ് നമ്മൾ ബോണ്ട് സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൂപ്പൺ റേറ്റ് കുറവായിരിക്കും, കറണ്ട് yield ആയിരിക്കും കൂടുതൽ. ഓൺ അതർ ഹാൻഡ് ഇഫ് ബോണ്ട് ഈസ് സെല്ലിങ് അറ്റ് എ പ്രീമിയം, ബോണ്ട് പ്രീമിയത്തിലാണ് സെല് ചെയ്യുന്നത്, yield വിൽ ബി ലോവർ ദാൻ കൂപ്പൺ റേറ്റിലും കുറവായിരിക്കും. ഇഫ് ബോണ്ട് ഓഫ് ഫേസ് വാല്യൂ 100 ആണ്, കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്, സെല്ലിംഗ് പ്രൈസ് നൗ 800 ആണ്. അപ്പം കറണ്ട് yield എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ, അതായത് C ഡിവൈഡഡ് ബൈ P naught. C എന്ന് പറയുന്നത് 12, P naught എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 800 ഇൻറ്റു 100 1.5% ആണ്. അതായത് ഓൺ അതർ ഹാൻഡ് ഈ ബോണ്ട് സെല്ലിങ് അറ്റ് പ്രീമിയത്തിലാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ yield വിൽ ബി ലോവർ ദാൻ ദി കൂപ്പൺ റേറ്റ്. കൂപ്പൺ റേറ്റിൽ നിന്നും കുറവായിരിക്കും കിട്ടും പറയുന്നത്. കൂപ്പൺ റേറ്റിലും കുറവായിരിക്കും. അതായത് ഇതിൻ്റെ മീനിങ് ശരിക്കും പറയാനുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 100 രൂപയാണ് ഇപ്പോൾ ബോണ്ടിൻ്റെ വില എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 9% വെച്ച് കിട്ടുന്ന ഒരു yield ഉണ്ടായിരിക്കും, ഏണിങ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ 90 രൂപ കൊടുത്തിട്ട് ഈ ബോണ്ട് വാങ്ങുമ്പം നമുക്ക് കിട്ടുന്ന yield എന്ന് പറയുന്നത് എന്താണ്? ഈ 9% വെച്ചാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, നമ്മൾ എത്ര രൂപ മാത്രമാണ് മുടക്കിയിട്ടുള്ളൂ? 90 രൂപ മാത്രമാണ് മുടക്കിയിട്ടുള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഏണിങ് എന്ന് പറയുന്നത് എന്താണ്? ശതമാനം ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? കൂടുതലാണ്. 90 രൂപ മുടക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ, 90 രൂപ മുടക്കുന്ന നിങ്ങൾക്കും 9% നിരക്കിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് 10% നിരക്കിൽ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ 90 രൂപയാണ് ഇവിടെ മുടക്കിയിട്ടുള്ളത്, അതാണ് പറയുന്നത്. ഇനി നമ്മൾ 800 രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയേ ഉള്ളൂ? 1.5% മാത്രമാണ് കിട്ടുന്നുള്ളൂ. അതായത് നിങ്ങൾ 100 രൂപയുടെ സാധനം 800 രൂപ കൊടുത്ത് വാങ്ങി, ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടിയാലും അത് എത്രമാത്രം 12% വെച്ച് കിട്ടിയാലും നിങ്ങൾ ഓൾറെഡി എത്ര മുടക്കി കഴിഞ്ഞ്? അധികം 700 രൂപ മുടക്കി കഴിഞ്ഞു അല്ലേ? എക്സ്ട്രാ 700 രൂപ മുടക്കി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇനി കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ മുടക്കാത്തതായിട്ട് എത്രമാത്രം കിട്ടുള്ളൂ? 1.5% മാത്രമാണ് കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അതാണ് ഈ ബോണ്ട് സെല്ലിങ് അറ്റ് എ ഡിസ്കൗണ്ട്, കറണ്ട് yield വിൽ ബി ഹയർ ദാൻ ദി കൂപ്പൺ റേറ്റ്. നിങ്ങൾ 90 രൂപ കൊടുത്തൊരു 100 രൂപേൻ്റെ ഒരു സാധനം 90 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം ഞാൻ 100 രൂപേൻ്റെ സാധനം 100 രൂപ കൊടുത്തിട്ട് തന്നെ വാങ്ങി, എനിക്കതിന് 9% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് 9 രൂപ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ എനിക്ക് കിട്ടുന്ന 9 രൂപ ഞാൻ 100 രൂപ മുടക്കിയപ്പോൾ കിട്ടുന്നതാണ്. ഇനി 90 രൂപ മുടക്കുന്ന ആൾക്കും ഈ 9% തന്നെ കിട്ടും. അപ്പോൾ ഈ 9% കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ കഴിഞ്ഞ് ലാഭമല്ലേ അയാൾക്ക്? 1% ഏറെ കിട്ടുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. 100 രൂപ മുടക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് വെച്ച് 12% കിട്ടുന്നുണ്ടെങ്കിൽ
800 രൂപ മുടക്കുന്ന ഒരാൾക്ക് എത്രമാത്രം കിട്ടുന്നുള്ളൂ? 1.5% കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എന്താ അയാൾക്ക് ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അയാൾക്ക് എത്രമാത്രം കിട്ടുന്നുള്ളൂ? 1.5% കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾ ഇതിൻ്റെ അർത്ഥം, അതായത് ഇയാൾക്ക് ഒരു 1.5% കിട്ടുവോളം എന്നല്ല അർത്ഥം. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വസ്തുത മനസ്സിലാകുന്നതാണ്. അതായത് 12% വെച്ച് ഇയാൾക്ക് കിട്ടും, ഇയാൾക്ക് 9% വെച്ച് തന്നെ കിട്ടും. പക്ഷേ ഇയാൾക്ക് 9% കിട്ടുന്ന അയാളെ സംബന്ധിച്ച് ലാഭമാണ്. അതായത് 90 രൂപ മുടക്കുമ്പോൾ 9% വെച്ച് കിട്ടുമ്പോൾ മറ്റേ ആളെ കഴിഞ്ഞ് എന്താണ്, 100 രൂപ മുടക്കി വാങ്ങിയ ആളെ കഴിഞ്ഞ് എന്താണ്, ലാഭമാണ്, 1% എക്സ്ട്രാ കിട്ടുന്നുണ്ടെന്നാണ്. അതായത് 15% കിട്ടും. ഇവിടെ 12% കിട്ടുന്നുണ്ടെങ്കിലും അയാൾക്ക് 12% വെച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. പക്ഷേ അയാൾ ഓൾറെഡി 700 രൂപ അധികം അവിടെ മുടക്കി കഴിഞ്ഞു. അപ്പോൾ ആ 700 രൂപയിൽ നമ്മൾ അധികം മുടക്കിയതല്ലേ, പക്ഷേ അയാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 12% വെച്ച് തന്നെയാണ് കിട്ടുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഏണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി അയാൾ മുടക്കിയതിൻ്റെ 1.5% മാത്രമാണ് ആക്ച്വലി കിട്ടുന്നുള്ളതെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ദിസ് കൂപ്പൺ സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് സീറോ കൂപ്പൺ ബോണ്ട്സ്, ദ റിട്ടേൺ ഓൺ ദിസ് ബോണ്ട് ഈസ് ഇൻ ദി ഫോം ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് എ ബോണ്ട്. ഇതിന് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. സീറോ കൂപ്പൺ ബോണ്ടിന് നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോണ്ട്സിലുള്ളതാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ള സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് മച്യൂർ ആകുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ആ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ റിട്ടേൺ. അതായത് നമ്മൾ ഡിസ്കൗണ്ടിനായിരിക്കും ഇത്തരത്തിലുള്ള ഡിബെഞ്ചറുകളോ ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ മാച്യൂർ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഫേസ് വാല്യൂ പ്രീമിയമോ കിട്ടുന്നുണ്ടായിരിക്കും. ഫേസ് വാല്യൂവിനായിരിക്കും ഒന്നെങ്കിൽ അല്ല പ്രീമിയത്തിനായിരിക്കും അത് നമുക്ക് കിട്ടുന്നത്. ആ അത്തരത്തിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. ആനുവൽ ഡിവിഡൻഡ് ആർ നോട്ട് പെയ്ഡ്. ഓരോ വർഷവും ഡിവിഡൻഡ് കൊടുക്കുകയില്ല ഇൻ ദി കേസ് ഓഫ് ബോണ്ട്. ദി റിട്ടേൺ ഓൺ ദിസ് ബോണ്ട് ഈസ് ഇൻ ദി ഫോം ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് എ ബോണ്ട്. റിട്ടേൺ എന്ന് പറയുന്നത് ആ ഡിസ്കൗണ്ടിനെയാണ്. ഫോർ എക്സാമ്പിൾ 5-year ബോണ്ട് ഓഫ് എ ഫേസ് വാല്യൂ ഓഫ് 1000 മേ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ഫോർ 621. അതായത് 621 രൂപയ്ക്കായിരിക്കും ഈ ബോണ്ട്, 1000 രൂപ വിലയുള്ള ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 621 രൂപ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഓരോ വർഷം എന്ത് കിട്ടില്ല? ഇൻട്രസ്റ്റ് കിട്ടില്ല. പകരം എന്താണ്, നിങ്ങൾക്ക് ഇത് റെഡീം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മച്യൂർ ആവുന്ന സമയത്ത് എത്ര കിട്ടും? 1000 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. 621 1000 തമ്മിലുള്ള ഏകദേശം 379 രൂപ അല്ലേ? 379 രൂപേൻ്റെ ഡിഫറൻസ്. ആ 379 രൂപയായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഏണിങ്സ് അല്ലെ ഈൽഡ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റിന് പകരം. ദി ഇൻവെസ്റ്റർ ഹു പർച്ചേസ് ദിസ് ബോണ്ട് വിൽ ഗെറ്റ് 1000 ആഫ്റ്റർ 5th year. 5 വർഷത്തിന് ശേഷം നമുക്ക് എത്ര കിട്ടും? 1000 രൂപ കിട്ടുന്നുണ്ടായിരിക്കും. റിട്ടേൺ റിസീവ്ഡ് ഫ്രം സീറോ കൂപ്പൺ ബോണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആനുവലൈസ്ഡ് ബേസിസ്. അപ്പോൾ റിട്ടേൺ റിസീവ്ഡ് ഫ്രം സീറോ കൂപ്പൺ ബോണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആനുവലൈസ്ഡ് ബേസിലായിരിക്കും. സോ ഇറ്റ്സ് നോൺ ആസ് സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ റിസീവ്ഡ് ഫ്രം എ സീറോ കൂപ്പൺ ബോണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ആനുവലൈസ്ഡ് ബേസിസ് ആണ്. ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരുന്നാൽ മതി. ദി അതർ വേർഡ് സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് എ ആനുവൽ റിട്ടേൺ on a bond that has only one cash flow to the investor. ഇൻവെസ്റ്റർക്ക് ഓരോ വർഷവും ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയില്ല, മറിച്ച് എന്തായിരിക്കും, ഒന്നിച്ചായിരിക്കും ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. അതാണ് ആനുവലൈസ്ഡ് എന്താ സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ കൺട്രി വരുന്നതാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്നൊക്കെ പറയുന്നത്. സീറോ കൂപ്പൺ ബോണ്ടിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന IDBIൻ്റെ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിങ് ബോണ്ട് ഉണ്ടായിരുന്നു. 1 lakh rupees ആയിരുന്നു ഫേസ് വാല്യൂ. പക്ഷെ ഇപ്പോൾ അത് ഇഷ്യൂ ചെയ്തിരുന്ന ഡിസ്കൗണ്ടിങ് റുപ്പീസ് ആയ 2700 2700 രൂപയ്ക്കാണ് 25 ഇയേഴ്സിനോട്ടായിരുന്നു. അപ്പം IDBIൻ്റെ 2700 രൂപയ്ക്കുള്ള ഇപ്പോഴത്തെ വിലയുള്ള, അതായത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള 25 വർഷത്തിന് ശേഷമുള്ള ആ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. അതായത് ഇപ്പോൾ 2700 രൂപ മുടക്കുന്ന ഒരാൾക്ക്
25 വർഷം കഴിയുമ്പോൾ 1,00,000 രൂപ കിട്ടും. അപ്പോൾ എത്ര വലിയൊരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് ആണത്. ആ കിട്ടുന്ന ഈൽഡ്, അതാണ് അയാളുടെ ഈൽഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന്, ഓരോ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിന് പകരം കിട്ടുന്ന എമൗണ്ട്, ആ ഒന്നായിട്ട് കിട്ടുന്ന ആ എമൗണ്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആനുവലൈസ്ഡ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.